നിനക്കിപ്പോൾ തോന്നുന്നുണ്ടോ എല്ലാം കഴിഞ്ഞു എന്ന്? ഒരാൾ പോയതോടെ നിന്റെ ജീവിതവും പോയ പോലെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം നമ്മളൊരാളെ ഹൃദയം മുഴുവൻ വിശ്വസിക്കുമ്പോൾ അവർ നമ്മളെ വിട്ടുപോയാൽ നമുക്ക് തന്നെ നമ്മളെ നഷ്ടപ്പെട്ട പോലെ തോന്നും. ആ പെയിൻ റിയലാണ്. അതിനെ ഇഗ്നോർ ചെയ്യേണ്ടതില്ല. പക്ഷേ ഒരു സത്യം നീ മനസ്സിലാക്കണം. ഇത് നിന്റെ ജീവിതത്തിൻ്റെ അവസാനമല്ല. ഇത് ഒരു റീസെറ്റാണ്. നിന്നെ വിട്ടുപോയവർ നിന്റെ വാല്യൂ മനസ്സിലാക്കുന്നില്ല. നിന്നെ നഷ്ടപ്പെടുത്തിയത് അവർക്ക് നിന്നെ പോലെ ഒരു വ്യക്തിയെ അർഹതയില്ലാത്തതുകൊണ്ടാണ്. ആ ഒരു തോട്ട് നിന്റെ മൈൻഡ് സെറ്റ് മാറ്റാൻ മതി. ഇനി നിന്നെ റീബിൽഡ് ചെയ്യാനുള്ള സമയമാണ്. ആദ്യം നിന്റെ പെയിൻ അക്സെപ്റ്റ് ചെയ്യണം. കരയണം എന്ന് തോന്നിയാൽ കരയണം. ഫീൽ ചെയ്യണം. കാരണം ഹീലിംഗ് അതിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിനുശേഷം പതിയെ പതിയെ വിട്ടേക്കാൻ പഠിക്കണം. അവരുടെ ഫോട്ടോസ്, ചാറ്റ്സ്, സോഷ്യൽ മീഡിയ സ്റ്റോക്കിംഗ് ഇവയെല്ലാം നിർത്തണം. നീ മൂവ് ഓൺ ചെയ്യണമെങ്കിൽ നീ മറക്കണം. ഇത് നിന്റെ കംബാക്ക് ഫേസ് ആണ്. നിന്റെ എനർജി ഇനി നിനക്കായി ഉപയോഗിക്കണം. അതിന് പല വരികളുണ്ട്. ജിമ്മിൽ പോകണം, ന്യൂ സ്കിൽസ് പഠിക്കണം, കരിയർ ഫോക്കസ് ചെയ്യണം, ബിസിയായിരിക്കുക. കാരണം ഐഡിൽ മൈൻഡ് ഓവർ തിങ്കിങ് കൊണ്ടുവരും. പക്ഷേ ബിസി മൈൻഡ് ഹീലിംഗ് കൊണ്ടുവരും. ഓരോ ദിവസവും ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ട് നീ ഒരു പുതിയ വെർഷനായി മാറും. ഇനി മുതൽ നിന്റെ ഹാപ്പിനെസ് മറ്റൊരാളിൽ ആശ്രയിക്കരുത്. നീ തന്നെ നിന്റെ പ്രയോറിറ്റി ആകണം. ഒരാൾ വന്നാൽ സന്തോഷം കൂടാം. പക്ഷെ അവർ പോയാലും നിന്റെ ജീവിതം തകരരുത്. ഒരു ദിവസം അവർ നിന്നെ തിരിഞ്ഞു നോക്കും. ഇവനല്ലെങ്കിൽ ഇവൾ ഇങ്ങനെ മാറിയോ എന്ന് ചോദിക്കും. അപ്പോൾ നീ മാറിയിരിക്കും. നീ മൂവ് ഓൺ ചെയ്തിരിക്കും. നീ ഓൾറെഡി വിജയിച്ചിരിക്കും. കാരണം ബ്രേക്കപ്പ് നിന്നെ തകർക്കാൻ വന്നതല്ല, നിന്നെ സ്ട്രോങ്ങർ ആക്കാൻ വന്നതാണ്. അവസാനം ഒന്ന് ഓർമ്മിക്കൂ, നിന്നെ വിട്ടുപോയവർക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി നീ വിജയിക്കണം. അത് പ്രൂവ് ചെയ്ത് കാണിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയുള്ള മോട്ടിവേഷന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഏത് കാര്യത്തിലാണോ മോട്ടിവേഷൻ വേണ്ടത് അത് കമൻ്റായി ഇട്ടാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ ചെയ്യുന്നതാണ്.